നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. കിണറ്റിൽ വീണു ചത്ത നായയെ പുറത്തെടുത്ത ശേഷം കിണർ വൃത്തിയാക്കുന്നതിനിടെ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. സംഭവം ചടയമംഗലത്ത്. പന്ത്രണ്ടുകാരിയായ മകളെ നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമിച്ച 35-കാരനായ പിതാവ് കടക്കൽ പോലീസിന്റെ പിടിയിൽ. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചേർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം മദ്യമാണെന്ന തരത്തിൽ നടത്തുന്ന ചർച്ചകൾ പ്രധാന വിഷയങ്ങളെ തമസ്കരിക്കുന്നുവെന്ന് PC ജോർജ്. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷന്റെ കുമരംകുടി എസ്റ്റേറ്റിൽ നിന്ന് മരം മുറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നതിൽ ക്രമക്കേടും നികുതി വെട്ടിപ്പും നടത്തുന്നതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ സി മോഹനൻപിള്ള. വാർത്തകൾ വിശദമായി. കിണറ്റിൽ വീണു ചത്ത നായയെ പുറത്തെടുത്ത ശേഷം കിണർ വൃത്തിയാക്കുന്നതിനിടെ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. ചടയമംഗലം പണയിൽ ഉഷാമന്ദിരത്തിൽ സുരേഷ്, തോട്ടുങ്കര വീട്ടിൽ വാസു എന്നിവരാണ് മരിച്ചത്. ചടയമംഗലം പണയിൽ ചരുവിള പുത്തൻ വീട്ടിൽ സക്കാറിന്റെ വീട്ടിലെ 70 അടി താഴ്ചയുള്ള കിണറ്റിൽ 2 ദിവസം മുമ്പാണ് നായ വീണു ചത്തത്. ഇതിനെ പുറത്തെടുത്ത ശേഷം കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. ആദ്യം കിണറ്റിലിറങ്ങിയ സുരേഷ് ബോധരഹിതനായി വെള്ളത്തിൽ വീണു. സുരേഷിനെ രക്ഷിക്കുന്നതിനായി വാസുവും കിണറ്റിലിറങ്ങുകയായിരുന്നു. കിണറിന്റെ പകുതി ആയപ്പോഴേക്കും വാസുവും ബോധരഹിതനായി വെള്ളത്തിൽ വീണു. നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. തുടർന്ന് കടക്കലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ PA അബ്ബാസ്, ലീഡിംഗ് ഫയർമാൻ മനോഹരൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരു മൃതദേഹങ്ങളും പുറത്തെടുത്തത്. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഉഷയാണ് സുരേഷിന്റെ ഭാര്യ. സുജ, സുജിത് എന്നിവർ മക്കളാണ്. ശ്യാമളയാണ് വാസുവിന്റെ ഭാര്യ. റീന, സിന്ധു എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. 12-കാരിയായ മകളെ നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമിച്ച 35-കാരനായ പിതാവ് കടക്കൽ പോലീസിന്റെ പിടിയിൽ. പെൺകുട്ടി കടക്കൽ SIക്ക് ഫോണിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കടക്കൽ കുമ്മിൽ കുമ്പളം ചരുവിളം പുത്തൻ വീട്ടിൽ ബിജു എന്ന 35-കാരനാണ് മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായത്. വീട്ടിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ ഇയാൾ 12-കാരിയായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിതാവിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ മകൾ കഴിഞ്ഞ ദിവസം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് കടക്കൽ SI S ബിനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പിടിയിലായത്. പീഡനശ്രമങ്ങൾക്ക് ശേഷം ഇയാൾ മകൾക്ക് പണവും നൽകാറുണ്ടായിരുന്നുവത്രേ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചേർന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം മദ്യമാണെന്ന തരത്തിൽ നടത്തുന്ന ചർച്ചകൾ പ്രധാന വിഷയങ്ങളെ തമസ്കരിക്കുന്നുവെന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. മദ്യം രാജ്യത്തു നിന്ന് തുടച്ചു നീക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊട്ടാരക്കരയിൽ ഇസ്കഫ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PC ജോർജ്. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടി ഒരു കാര്യം രാജ്യത്തില്ലെന്ന് തോന്നുന്നു. ഇവരുടെ സംസാരം കേട്ട ഒരു 1.5 മാസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ചേർന്നുകൊണ്ട് മനുഷ്യനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മാറ്റി വെറും ചാരായത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ പരാതി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മദ്യമാണ്. മറ്റുള്ള പ്രശ്നങ്ങളെക്കാൾ ഏറെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് മദ്യത്തെക്കുറിച്ചാണ്. മറ്റെല്ലാ പ്രശ്നങ്ങളും അതിന് താഴെയാണ്. മദ്യം നിരോധിച്ചാൽ 100 കണക്കിന് ആൾക്കാർ മരിച്ചേക്കും. എന്നാൽ ബാക്കിയുള്ളവർ അവരെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് PC ജോർജ് പറഞ്ഞു. ചാരായം നിരോധിച്ചു, ചാരായം തിരികെ കൊണ്ടെന്ന് ആരെങ്കിലും 22 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്രയല്ലേ ആത്മഹത്യ ചെയ്തുള്ളൂ. 20,000 രക്ഷപ്പെട്ടിട്ടുണ്ട്. ചത്തവും ചാവട്ടെ, ബാക്കി ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ. മദ്യദുരന്തമുണ്ടായി 100 പേര് മരിച്ചാൽ പോലും മദ്യം നിരോധിച്ചാൽ നിങ്ങൾ അറിയണം, ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവനാണ് രക്ഷപ്പെടുന്നത്. പിന്നെ 100 പേര് ചത്തതാണ് വലിയ ആനക്കാര്യം. കേരളത്തിലെ ജനസംഖ്യ 3,30,00,000 അതിൽ പകുതി 1,60,00,000 പേരാണ് പുരുഷന്മാർ. അവരിൽ 40 ലക്ഷം പേർ മദ്യപിക്കുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ വാർഷിക വരുമാനം ഈ 40 ലക്ഷം പേർ നൽകുന്ന 8,818 കോടി രൂപയാണ്. ഇതാണ് പ്രധാനമായും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം. കള്ളുകുടിയന്റെ പണം മാനാഭിമാനമുള്ളവർ വാങ്ങിക്കുമോ എന്നും PC ജോർജ് ചോദിച്ചു. അതായത് 338 ഔട്ട്ലെറ്റിലൂടെ ബിവറേജ് കോർപ്പറേഷൻ ഒരു വർഷം വിറ്റുവരമെന്ന് പറഞ്ഞ് 8,818.18 കോടി രൂപയാണ് മതിയായത്. കേരളത്തിൽ ജനങ്ങൾ എത്ര ഉള്ളത്? 3,31,00,000. അത്രയല്ലേ ഉള്ളൂ? 3.3. അത് കുടിക്കുന്ന എത്ര പേരാണ്? അത് പകുതി സ്ത്രീകളാണല്ലോ. അപ്പൊ 1,60,00,000 പുരുഷൻ നമ്മൾ വാക്കാം. അത്രയില്ല. അത് കുട്ടിയേക്കാം. സ്ത്രീകൾ പകുതിയുണ്ടോ? സ്ത്രീകൾ ഏതായാലും
തർക്കമില്ലല്ലോ. 1.60 നോക്കിയാൽ അതിന്റെ പകുതി വേണ്ട, 4 ആളുകൾ കുടിക്കുന്നു. അതുകൊണ്ട് കുടിക്കുന്നില്ലല്ലോ. 40 ലക്ഷം. ആ 40 ലക്ഷം പേര് കൊടുക്കുന്ന പണമാണ് 8,818 കോടി. അതായത് 9,000 കോടി രൂപ ഖജനാവിലെ. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? 28,000 കോടിയാണ് നമ്മുടെ വരുമാനം, റവന്യൂ വരുമാനം എല്ലാം കൂടെ. അതാണ് IAS-കാരുടെ ശമ്പളവും ഞങ്ങളുടെ MLA-മാരുടെ ശമ്പളവും പത്രക്കാരന് കിട്ടുന്ന TA-യും ഞങ്ങളുടെ TA-യും മന്ത്രിമാരുടെ TA-യും ഇതെല്ലാം IAS-കാരുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ശമ്പളം ഇതെല്ലാം 28,000 നിർത്തുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ 28,000 വരുമ്പോ അതിന് എത്ര ശതമാനമായി? 9,000, 30% വന്നോ? അപ്പോ ഞാൻ മേടിക്കുന്ന TA-യുടെ 30% എന്ന് പറയുന്നത് ഈ കള്ളുകുടിയന്മാരുടെ കാശാ. പിടിയോ? മാനാഭിമാനമുള്ളതും പറ്റിയ പണിയാണ് ഇത്. പറ. ഇസ്കഫ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ബോധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. മദ്യത്തിന്റെ രാഷ്ട്രീയം എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. ചലച്ചിത്ര നിർമ്മാതാവ് അനിൽ അമ്പലക്കര, സംവിധായകൻ ഡോക്ടർ ബിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തല രാഘവൻ, CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ്, മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഗോകുലം ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വെട്ടിത്തിട്ടയിൽ വൃദ്ധയെ കബളിപ്പിച്ച് 3.5 പവന്റെ മാലയുമായി കടന്ന തൃശൂർ സ്വദേശി യുവാവിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വൃദ്ധയുടെ സഹായിയായിരുന്നു പ്രതി. തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ കല്ലൂർ വില്ലേജിൽ ചാലക്കപ്പറമ്പ് എന്ന സ്ഥലത്ത് കളപ്പുരയ്ക്കൽ വീട്ടിൽ രാമചന്ദ്രന്റെ മകൻ ഗോകുലാണ് പിടിയിലായത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വെട്ടിത്തിട്ട കിഴക്കേതിൽ ജോസഫ് വർഗീസിന്റെ വീട്ടിൽ 92 വയസ്സുള്ള വൃദ്ധമാതാവിന്റെ സഹായത്തിനായി ഇയാളെ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം 20-ന് വൃദ്ധ കുളിക്കാൻ പോയ സമയത്ത് കട്ടിലിന്റെ തലയണയുടെ അടിയിൽ ഊരിവച്ചിരുന്ന മാല കൈക്കലാക്കി ഗോകുൽ കടന്നുകളയുകയായിരുന്നു. മേൽവിലാസമോ ഫോട്ടോയോ ഇല്ലാതിരുന്നത് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് തടസ്സമായി. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിടികൂടാൻ സഹായിച്ചത്. ബുധനാഴ്ച തൃശൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പ്രതിയുമായി വെട്ടിത്തിട്ടയിലെ സംഭവം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. പേരൊക്കെ മറന്നുപോയി. എന്റെ കൂടെ പറഞ്ഞോ. ഡിവൈഎസ്പി NA ബൈജുവിന്റെ നേതൃത്വത്തിൽ പുനലൂർ CI KS അരുൺ, SI ബെന്നി ലാലു, അഡീഷണൽ SIമാരായ രവീന്ദ്രനാഥ്, സുരേഷ് കുമാർ, ASI രാജനാചാരി, സിവിൽ പോലീസ് ഓഫീസർ അമീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീട്ടുടമ അങ്ങ് അമേരിക്ക ടെക്സാസിലാക്കി കുടുംബസമേതം. ആകെ 94 വയസ്സുള്ള അന്നമ്മ വർഗീസ് ഒരു അമ്മച്ചി മാത്രമേ 8 ഏക്കറും ഒരു വലിയൊരു കെട്ടിടവും. സഹായത്തിനൊരു ജയനും പറഞ്ഞൊരു സ്ത്രീ നോക്കാനൊക്കെ കഴിയും. ഇവനവിടെ സർവ്വസാന്ദ്രയെ കൊണ്ടായിരുന്നു. പിന്നെ മറ്റേ ജയ തിരുവനന്തപുരത്ത് ദുഃഖ വെള്ളിയാഴ്ച വീട്ടിൽ പോയ സമയത്ത് ഇയാൾ മാത്രമായ സമയത്ത് പെട്ടെന്നുള്ള മനോവികാരത്തിലായിരിക്കണം അമ്മൂമ്മ കുളിക്കാനായിട്ട് പോയ സമയത്ത് അവരെ കട്ടിലിൻ്റെ തലയണയ്ക്ക് അടിയിൽ വെച്ചിരുന്ന 3 പവൻ്റെ എത്ര ഗ്രാമാണത്? 23.5 ഗ്രാം സ്വർണം എടുത്ത് മാറ്റി. കൂടാതെ ഒരു റേഡിയോ, ഒരു ടോർച്ച്, 2 കുട, പിന്നെ ഒരു അയൺ ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയൊക്കെ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം 24-ാം തീയതി ഇവിടുന്ന് പോയാണ്. അന്നേരം അമ്മ തനിച്ചാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ച് മർദ്ദിച്ചവശനാക്കി വീടിന് സമീപം ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തി. വാഴപ്പാറ കോളനിയിൽ മുണ്ടൂർ നിരപ്പ് പ്രകാശ് ഭവനിൽ പ്രദീപാണ് മർദ്ദനത്തിനിരയായത്. 2014 മാർച്ച് 1-നാണ് സംഭവം. കഴുത്തിന് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട പ്രദീപ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ: 2014 മാർച്ച് 1-ന് രാത്രി 10 മണിയോടെ പ്രദീപിന്റെ അയൽവാസിയായ സജി മത്തായിയുടെ വീടിന്റെ ടെറസിന് മുകളിൽ ആരൊക്കെയോ നിൽക്കുന്നതും മദ്യപിച്ച് ഒച്ച വയ്ക്കുന്നതും കണ്ട് പ്രദീപ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ പോയിരുന്നുവത്രേ. പ്രദീപും സജി മത്തായിയും സുഹൃത്തുക്കളായിരുന്നതിനാൽ പ്രദീപിന്റെ വീട്ടുകാർ ശ്രദ്ധിച്ചു.
നിവർത്തിച്ചില്ല. പുലർച്ചെ സജി മത്തായിയുടെ മാതാവ് പ്രദീപിന്റെ വീട്ടിലെത്തി പ്രദീപ് രാത്രി തങ്ങളുടെ വീടിന് മുകളിൽ നിന്ന് വീണെന്നും പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്നും അറിയിച്ചു. പ്രദീപിന്റേതെന്ന് പറഞ്ഞ് അടിവസ്ത്രവും തൊപ്പിയും ഷർട്ടും നൽകിയത്രേ. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പ്രദീപിന്റെ തന്നെ വീടിന്റെ പിന്നാമ്പുറത്ത് പ്രദീപിനെ കണ്ടെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രദീപ് തന്നെ സജീവ് മത്തായിയും സുഹൃത്തുക്കളായ പ്രവീണും അജയനും ചേർന്ന് മർദ്ദിച്ചുവെന്ന് പറഞ്ഞിരുന്നുവത്രേ. പോലീസിന് നൽകിയ മൊഴിയിലും ഇത് ആവർത്തിച്ചു. എന്നാൽ പ്രദീപ് പറഞ്ഞ മൊഴിയല്ല പോലീസ് രേഖപ്പെടുത്തിയതെന്നും പ്രദീപിന്റെ മാതാവ് ശാന്ത പറയുന്നു. അവിടെ വന്നിട്ട് ഈ പോലീസുകാരോട് വന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഇവരെല്ലാ കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പോലീസുകാർ അവർ ഇവൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. അവിടെ രണ്ട് നേഴ്സുമാർ എന്നോട് എന്താ അമ്മ ഇങ്ങനെ പ്രദീപ് പറഞ്ഞൊന്നും പോലീസുകാർ എഴുതി എടുത്തിട്ടില്ല. എന്നിട്ട് അവൻ്റെ വിരലൊക്കെ വെക്കുന്നു. പ്രദീപ് പറഞ്ഞത് പിന്നെ സജീവ് മൊത്തം വന്ന് അടിക്കുന്നു, ഇവ താഴെ വീണ്. പിന്നെ അവൻ ഓർമ്മയില്ലായിരുന്നു, എന്നിട്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് ഈ പോലീസുകാർ പറഞ്ഞത് പിടിവലി ഉണ്ടായ കൂട്ടത്തിൽ പ്രദീപിന് അടി വെക്കും താഴെ വീണെന്ന് അവരെഴുതിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതികൾ പത്തനാപുരം പോലീസുമായി ചേർന്ന് ശ്രമിക്കുന്നതായും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദീപിന്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും പ്രതികളാക്കാനാണ് പത്തനാപുരം പോലീസ് ശ്രമിക്കുന്നതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. അവരാണ് അവന്റെ തുണിയും തൊപ്പിയും ജട്ടിയും ഷർട്ടും കൂടെ കൊണ്ട് ഇവിടെ കൊടുത്തേച്ച് പറഞ്ഞ് അവരുടെ വീടിന് മണ്ടയിൽ വീണാന്ന്. അപ്പോൾ അവർ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇതിൻ്റെ വീടിന് മണ്ടയിൽ വീണാന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴെങ്കിലും അവരല്ലേ ഞങ്ങളോട് വിളിച്ച് അറിയിക്കണം, പിന്നെ ഞാൻ വീണമെന്നുള്ളത് അറിയിക്കണം. അവരറിയിച്ചില്ല. രാവിലെയാണ് ഇവർ വന്ന് തുണിയെ കൊണ്ടുവന്ന് ചേർത്ത് വീടിന് മണ്ടയിൽ വീണതാണ്. ഞങ്ങളങ്ങനെ ആ നിലവിൽ കണ്ടാൽ പിന്നെ ഞങ്ങളെടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അവരുടെ ഈ നാൽപ്പാട് എല്ലാം ഉറുമ്പരിച്ച് ഈ നാൽപ്പാടൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കും. അപ്പോൾ ഈ കൈക്കും കാലിന് ഒരു ചലനമില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിന് വേഷമുള്ള അനക്കമേ ഉള്ളൂ. പോലീസ് അവിടെ വന്നിട്ട് പിന്നെ തന്തയും ചേട്ടനെയും പിന്നെ പ്രതിയാക്കാനുള്ള രീതിയിൽ അവരുടെ നിഗമനം. അവർ പിന്നെ ഉത്തമനെ അന്ന് രാത്രി ഇവൻ പക്ഷെ അത് മദ്യപിച്ചിട്ടുണ്ടാവും. അവൻ വീട്ടിൽ കിടക്കാറുണ്ട്. അപ്പോൾ ഇവൻ ചെന്ന് കഥ തുറക്കാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ അവൻ കഥ തുറന്നില്ല. അപ്പോൾ ഇവൻ വെള്ളം കുടിച്ചിട്ട് മരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ ചെറുക്കനെ വഴക്ക് പറഞ്ഞു. ആ രീതിയിലൊക്കെ പോലീസ് ഇതിൻ്റെ അടുത്ത് നല്ലൊരു പറഞ്ഞിരിക്കുന്നത് ഇവനായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് ഞങ്ങളെ തന്നെ പ്രതിയാക്കുക എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി തിരുവനന്തപുരത്തും പുനലൂരിലുമായി ജീവച്ഛവമായി പ്രദീപ് ചികിത്സ തേടുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രദീപിന്റെ കുടുംബത്തിന് സഹായകരമായ നിലപാടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിർധനരായ തങ്ങൾക്ക് രാഷ്ട്രീയ പിൻബലമില്ലാത്തതാണ് പോലീസിന്റെ അനാസ്ഥയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അതേസമയം സജി മത്തായി പ്രദീപിനെ മർദ്ദിച്ച് അവശനാക്കിയ കഥ വീട്ടിൽ വിവരിക്കുന്നത് താൻ കേട്ടതായി പ്രദീപിന്റെ മുത്തശ്ശി പറയുന്നു. അവനിറങ്ങി ഇങ്ങോട്ട് പോലും ഒറ്റയടിക്ക് തകലിട്ട് എന്നാ പറഞ്ഞത്. സജീവ പറഞ്ഞത് ഒരൊറ്റ അടി അടിച്ചപ്പോൾ അവൻ തറയിൽ വീണു. അങ്ങനെ തവിട് പൊടിയാക്കി ഞങ്ങൾ 4 പേരും കൂടെ സജീവ അവൻ്റെ വീടിൻ്റെ ആ വീടിൽ അത് അവൻ കിടക്കും. ഒരു വലിയ കിടക്കുന്ന മുറി വന്നിട്ട് അവൻ്റെ തള്ളയോടും അവനോടും ആ അമ്മയും കൂടെ കിടന്നപ്പോഴാണ് പറയുന്നത്. എൻ്റെ വലിയമ്മയോടും തള്ളയോടും അവൻ ഞാനത് അവിടെ എൻ്റെ മുറ്റത്തിറങ്ങി ഞാൻ എസ് ഐ മാറ്റി വന്നപ്പോഴും ഞാനത് അവരോട് സംസാരിച്ചത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലും തന്നെ ആക്രമിച്ചവരെ പോലീസ് കണ്ടുപിടിക്കും, ശിക്ഷിക്കും എന്ന പ്രതീക്ഷകളിലാണ് പ്രദീപ്. അറിയാമോ? അറിയത്തില്ല, ഓർമ്മയില്ല എനിക്ക്. രാത്രി കെട്ടിടത്തിന്റെ മുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അതാരാണെന്ന് എനിക്കറിയില്ല. ആരുടെ വീടിന്റെ കൊണ്ടൊക്കെ നിന്നെന്നറിയാമോ? അവിടെ വീടിന്റെ കുറെ കൂടെ വന്നതാരാന്നറിയത്തില്ലേ പറഞ്ഞല്ലോ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷന്റെ കുമരംകുടി എസ്റ്റേറ്റിൽ നിന്ന് മരം മുറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നതിൽ ക്രമക്കേടും നികുതി വെട്ടിപ്പും നടക്കുന്നതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ സി മോഹൻപിള്ള സ്വകാര്യ ചാനലിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്ന സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 23 ടൺ റബ്ബർ മരം ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ 10 ടൺ മരത്തിന്റെ കണക്ക് മാത്രമാണ് നൽകുന്നതെന്നും ഇതുവഴി സർക്കാരിലേക്ക് ലഭ്യമാകുന്ന നികുതിയിൽ വെട്ടിപ്പ് നടക്കുന്നുവെന്നുമാണ് ചാനലിൽ വാർത്ത സംപ്രേഷണം ചെയ്തത്. എന്നാൽ റബ്ബർ മരങ്ങളുടെ തൂക്കമനുസരിച്ചല്ല കോർപ്പറേഷൻ ടെൻഡർ ചെയ്ത മരങ്ങൾ വിറ്റിട്ടുള്ളതെന്ന് ചെയർമാൻ പറഞ്ഞു. ഓരോ ബ്ലോക്കുകളിലെയും മരങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മരം ഒന്നിന് എന്ന കണക്കിലാണ് വില തീരുമാനിച്ച് വിൽപ്പന നടത്തിയത്. ഇപ്രകാരം തന്നെയാണ് സമാന സ്ഥാപനമായ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷനും കരാർ നൽകുന്നത്. ഫാമിംഗ് കോർപ്പറേഷന്റെ
റബ്ബർ തടി ലേലം ചെയ്യുന്നതിന് മുമ്പായി വളരെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കാറുണ്ട്. ആ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ലേലം ചെയ്യാൻ പോകുന്ന തടികൾ മുഴുവൻ ഫാമിംഗ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ പല തട്ടിൽ ഉള്ള ഒരു പരിശോധനയുണ്ട്. അതിലൊന്നാമത്തെ പരിശോധന എന്ന് പറയുന്നത്, ആദ്യം എസ്റ്റേറ്റിലെ സൂപ്പർവൈസർമാർ അവിടുത്തെ ജോലിക്കാരെ വെച്ചിട്ട് മൊത്തം മരവും എണ്ണി നമ്പറിട്ട് മൊത്തം മരവും എണ്ണി തിട്ടപ്പെടുത്തും, ബൗണ്ടറിയും തിട്ടപ്പെടുത്തും. അതിനുശേഷം രണ്ടാമത്തെ പരിശോധന, മാനേജരും അസിസ്റ്റന്റ് മാനേജർമാരും ഇത് ശരിയാണോ എന്ന് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ആ രണ്ട് ഗ്രൂപ്പിൻ്റെയും പരിശോധനയും ഇതിൻ്റെ എണ്ണവും എല്ലാം MD ഇരിക്കുന്ന ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്താൽ ഹെഡ് ഓഫീസിലെ റിപ്പോർട്ട് കിട്ടിയാൽ ഇവിടുത്തെ ഹെഡ് ഓഫീസിലെ ഓഫീസർമാരുടെ ഒരു ടീം ഇതിനെ വീണ്ടും ഇത് എണ്ണാൻ വേണ്ടി വിടും. അവർ വീണ്ടും ഇതെണ്ണി പരിശോധിക്കും. അവരുടെയും കൂടെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതായത് അക്കൗണ്ട് ഓഫീസർ, GM, കമ്പനി സെക്രട്ടറി, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇതിനൊരു സൂപ്പർ ചെക്കിങ്ങിനായിട്ട് പറഞ്ഞയക്കും. ഇത്രയും റിപ്പോർട്ട് കിട്ടിയാലും ഞങ്ങളുടെ ഒരു ടെൻഡർ കമ്മിറ്റി, അവസാനം ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന ഒരു ടെൻഡർ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും ഈ ലിസ്റ്റെല്ലാം വെച്ചുകൊണ്ട് പോയി പരിശോധിച്ചു. അങ്ങനെ കംപ്ലീറ്റ് പരിശോധനയും പൂർത്തിയായതിനു ശേഷമാണ് ഇത്ര മരങ്ങൾ 5 തട്ടിലുള്ള പരിശോധന പൂർത്തിയായിട്ടാണ് ഈ നമ്പർ കറക്റ്റാണോ, ഈ മരങ്ങളുടെ എണ്ണം കറക്റ്റാണോ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഈ റബ്ബറിൻ്റെ തടിയുടെ വിലയിടുന്ന ഒരു പരിപാടിയുള്ളത്. ഞങ്ങൾ ഇഷ്ടംപോലെ ആരെങ്കിലും തോന്നിയതുപോലെ ലേലം ചെയ്ത് തടി കൊടുക്കുകയല്ല. ഇന്ന് കേരളത്തിലെ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ അവകാശമുള്ള റബ്ബർ ബോർഡിൻ്റെ ജെംപ്ലാസം ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അവിടെ നമ്മൾ ചുമ്മാതല്ല അവരത് പരിശോധിക്കുന്നത്, അവർക്ക് അതിന് പൈസ കെട്ടിയേക്കണം ഇത് പരിശോധിക്കണമെങ്കിൽ. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറും ശാസ്ത്ര വിഭാഗവുംപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടെ വന്നിട്ട് ദിവസങ്ങളോളം ഈ മല മൊത്തം കയറി ഓരോ മരത്തിൻ്റെയും ചവിട്ടി ചെന്ന് മരത്തിൻ്റെ വണ്ണവും ഉയരവും അവർ കണക്കാക്കി അവർ റിപ്പോർട്ടുകൾ റെഡിയാക്കി അവരുടെ കയ്യിലിരിക്കുന്ന ആധുനിക ഉപകരണങ്ങളിലെല്ലാം രേഖപ്പെടുത്തി എല്ലാം റെഡിയാക്കിയതിന് ശേഷം അവർ കോട്ടയത്ത് അവരുടെ ഓഫീസിൽ പോയിട്ട് അവർ ഓരോ ബ്ലോക്കിലെയും മൊത്തം മരത്തിൻ്റെ ഒരു മരത്തിൻ്റെ വിലയും ശരാശരി മൊത്തത്തിലുള്ള മരത്തിന്റെ വില ഇട്ടിട്ട് ഒരു ബ്ലോക്കിലെ മൊത്തം മരങ്ങൾക്കും മരം 1 വീതം കണക്കാക്കിയുള്ള അടങ്കൽ തുകയാണ് ടെൻഡറിൽ കോർപ്പറേഷന് ലഭിച്ചിട്ടുള്ളത്. ഇപ്രകാരമുള്ള തുകയുടെ നിശ്ചിത നികുതി കോർപ്പറേഷൻ അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2 തരത്തിലുള്ള നികുതി പണമാണ് ഈ മരമെടുക്കുന്ന ആളിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് വാറ്റിനത്തിൽ ടെൻഡർ വിലയുടെ 5% തുക വാറ്റിനത്തിൽ ഈ കോൺട്രാക്ടർ കെട്ടിവെക്കണം. അത് കോൺട്രാക്ടർ പോയി കെട്ടിവെക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. ഫാമിംഗ് കോർപ്പറേഷൻ ഏൽപ്പിക്കണം ഈ തുക. സർക്കാരിലേക്ക് കൊടുക്കേണ്ടുന്ന വാറ്റിനത്തിൽ കൊടുക്കേണ്ടുന്ന 5% തുക ഈ കോൺട്രാക്ടർ ഫാമിംഗ് കോർപ്പറേഷനിൽ കെട്ടിവെക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ്, ഇദ്ദേഹം ഈ കൊട്ടിഘോഷിച്ച വാർത്തയാണെന്നല്ലോ സർക്കാരിൻ്റെ കോടികൾ ചോരുന്നു എന്ന് പറയുന്ന കണക്ക്, ഇൻകം ടാക്സ് 2.5% സർക്കാർ അംഗീകരിച്ചു തന്നിട്ടുള്ളത്. ആ ഇൻകം ടാക്സിൻ്റെ 2.5% ഈ മരമെടുക്കുന്ന കോൺട്രാക്ടർ ഫാമിംഗ് കോർപ്പറേഷൻ കെട്ടിവെക്കണം. അപ്പോൾ 5% വാറ്റ് തുകയും 2.5% ഇൻകം ടാക്സിൻ്റെ തുകയും എടുക്കുന്ന കോൺട്രാക്ടർ ഫാമിംഗ് കോർപ്പറേഷനിൽ കെട്ടിവയ്ക്കണം. 4 ടേണായിട്ടാണ് ഈ പൈസ ലോഡ് പോകുന്നതനുസരിച്ച് ഇവിടുന്ന് അനുവാദം കൊടുക്കുന്നതനുസരിച്ച് മരങ്ങൾ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. പൈസ ഇവിടെ കിട്ടിയെങ്കിൽ അതനുസരിച്ചുള്ള ലോഡ് നമ്മൾ പുറത്തു പോകാൻ സമ്മതിക്കുകയുള്ളൂ. മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ, KV സുരേഷ് കുമാർ, ബാബുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏറം ലൈബ്രറി ആൻഡ് റീഡിംഗ് സെന്റർ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കവിയരങ്ങും കളിയരങ്ങും സംഘടിപ്പിച്ചു. വേനലവധിക്കാലം പാഴാക്കാതെ കുട്ടികളിൽ വിജ്ഞാനം വളർത്തുക, കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കവിയരങ്ങും കളിയരങ്ങും സംഘടിപ്പിച്ചത്. പാടാം പഠിക്കാം എന്ന വിഷയത്തിൽ ബാലസംഘം പരിശീലകൻ K. ബാലചന്ദ്രൻ പിള്ളയും ഗണിതം മധുരം എന്ന വിഷയത്തിൽ AI കുട്ടിയും ക്ലാസുകളെടുത്തു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ 3 തവണ കാർട്ടൂൺ മത്സരത്തിൽ സമ്മാനം നേടിയ ബോസിൻ PS പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ കാർട്ടൂൺ വരച്ച് കുട്ടികളുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
സമാപന പൊതുസമ്മേളനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലം കലാപരവും വിജ്ഞാനപരവുമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പുറത്തുവരുന്ന കർമ്മ പദ്ധതികൾ ഇന്ന് വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിൽ നേതൃത്വം നൽകി ഇന്ന് കേരളത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈബ്രറി കൌൺസിൽ ബാലോത്സവത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും സൌജന്യ നോട്ട്ബുക്ക് വിതരണവും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതഭായ് നിർവഹിച്ചു. ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് K അബ്ദുൽ വഹാബ് അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇക്കോ ടൂറിസം മേഖലയായ തെന്മലയിൽ മാലിന്യ നിക്ഷേപം കുന്നുകൂടുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മാലിന്യം കിഴക്കൻ മേഖലയിലെ റോഡുകളിൽ തള്ളുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചാക്കിൽ കെട്ടി ചത്ത കോഴികളെ തള്ളിയത് മാലിന്യം നിക്ഷേപിക്കരുത് എന്ന മുന്നറിയിപ്പ് ബോർഡിനു കീഴെ. ചാക്കുപൊട്ടി കോഴികൾ റോഡിൽ വീണ് ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. രാത്രികാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ കിഴക്കൻ മേഖലയിൽ തള്ളുന്ന ലോബിയാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. നേരത്തെ തന്നെ ഇതു സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിലും ഒരാളെ പോലും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് സമിതിക്കും ആരോഗ്യവകുപ്പിനും ഇതു സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇക്കോ ടൂറിസം മേഖലയായ തെന്മലയിലും ഡാമിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും ഇക്കോ ടൂറിസം അധികൃതരും ഇത് ഗൌരവമായി കണ്ടിട്ടില്ല. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതേസമയം രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ പൊതുജനങ്ങളുടെ സഹായം പോലീസും തേടുന്നുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വാഹനത്തിന്റെ നമ്പർ പോലീസിൽ അറിയിച്ചാൽ മതിയാവും. ന്യൂസ് ബ്യൂറോ, തെന്മല. വനംവകുപ്പിന്റെ തെന്മല ഡിപ്പോയോട് ചേർന്നുള്ള ടിൻ ഷെഡ് നിലംപൊത്താറായി. ഇവിടം ഇപ്പോൾ വനംവകുപ്പോ റെയിൽവേയോ പ്രയോജനപ്പെടുത്തുന്നില്ല. അതേസമയം ടിൻ ഷെഡ് നിൽക്കുന്ന സ്ഥലം തങ്ങളുടേതാണെന്ന് ഇരു വകുപ്പുകളും അവകാശം ഉന്നയിക്കുന്നുണ്ട്. പഴമക്കാർ തകരപ്പുര എന്ന് വിളിക്കുന്ന ടിൻഷെഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റെയിൽവേയും വനംവകുപ്പുമാണ് ഈ സ്ഥലത്തിന്റെ മേൽ അവകാശമുയർത്തിയിരിക്കുന്നത്. പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് നിർമ്മിച്ച കാലത്ത് റെയിൽവേ സ്ലീപ്പർ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ടിൻഷെഡ് എന്നതാണ് റെയിൽവേയുടെ വാദം. ഇതിനു തെളിവായി ടിൻഷെഡിൽ സ്ലീപ്പർ ബ്ലോക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച അച്ചിന്റെ ശേഷിപ്പുകൾ ഇന്നും ഉണ്ടെന്ന് പഴമക്കാർ പറയുന്നു. എന്നാൽ ടിൻഷെഡ് നിൽക്കുന്ന സ്ഥലം വനംവകുപ്പിന്റേതാണെന്നും ഷെഡിന്റെ ഇരുമ്പ് തൂണുകൾ സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയത് വനംവകുപ്പാണെന്നുമാണ് മറ്റൊരു വാദം. ഈ ഡിപ്പോയ്ക്കകത്ത് മൊത്തം 2 ടിൻഷെഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ടിൻഷെഡ് സ്ഥാപിച്ചിരിക്കുന്നത് പണ്ട് റെയിൽവേക്കാർ ഇവിടെ റെയിൽവേ ലൈൻ ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഈ സൂപ്പർ കട്ട അറുത്ത് അത് പൊട്ടാതെ കണ്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ടിൻഷെഡുകൾ ഇവിടെ കെട്ടിയിരിക്കുന്നത്. എന്നാൽ ഫോറസ്റ്റിലെ DFO പറയുന്നത് ഇത് ഫോറസ്റ്റുകാർ കെട്ടിയതാണെന്നാണ് പറയുന്നത്. അത് DFOയ്ക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ആ രീതിയിൽ സംസാരിച്ചത്. ഇവിടെ ഈ സിൽപ്പർ കട്ട അറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഡീസൽ എഞ്ചിൻ വെച്ചാണ് അറത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഫൗണ്ടേഷൻ വരെ ആ വലിയ ടിൻഷെഡിൻ്റെ ഒത്ത സെൻറ്ററിൽ കിടക്കുന്നു. അതേസമയം ചോർന്നൊലിക്കുന്ന ഷെഡിൽ നിലവിൽ തടികൾ ഇടാറില്ല. ഇവിടെ സൂക്ഷിച്ചാൽ ഡിപ്പോയിലെ ഭൂരിഭാഗം തടിയും നനയാതെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താൻ വനവകുപ്പ് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെന്മല ഡിപ്പോയിൽ തടികൾ വെയിലത്ത് കിടക്കുന്നതിനാൽ തടിക്ക് ഡിമാൻഡും കുറവ്. ആര്യങ്കാവ്, ഇടപ്പാളയം ഡിപ്പോകളിലെ തടികൾക്ക് ഡിമാൻഡുണ്ട്. ഇരു വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച് ടിൻഷെഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പാലിയേറ്റീവ് പരിചരണ സന്ദേശം സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് 2 യുവാക്കൾ നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് കുളത്തൂപ്പുഴയിൽ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും 50 ഏക്കർ ക്ലെവർ ഗാങ് സാംസ്കാരിക വേദി പ്രവർത്തകരും ചേർന്നാണ് സ്വീകരണം നൽകിയത്. ഏപ്രിൽ 30-ന് മലപ്പുറം കാളികാവിൽ നിന്ന് ആരംഭിച്ച യാത്ര 172 ഗ്രാമപഞ്ചായത്തുകൾ സന്ദർശിച്ച ശേഷമാണ് കുളത്തുപുഴയിൽ എത്തിയത്. നിലമ്പൂർ ഗവൺമെന്റ് UPSലെ അധ്യാപകനായ ഗിരീഷ് മാരേങ്ങനത്തും കാളികാവിൽ പാരലൽ കോളേജ് അധ്യാപകനായ മഹ്സും ചേർന്നാണ് സന്ദേശയാത്ര നടത്തുന്നത്. ബുള്ളറ്റിൽ കേരളത്തിലെമ്പാടും യാത്ര ചെയ്ത് പാലിയേറ്റീവ് സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കുളത്തുപുഴ 50 ഏക്കറിൽ സന്ദേശയാത്രയ്ക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാകുമാരി, ക്ലവർ ഗാങ് സാംസ്കാരിക വേദി പ്രതിനിധികളായ EK സുധീർ, അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ കുളത്തുപുഴ സബ് ഇൻസ്പെക്ടർ സുധീഷ് കുമാർ ഇരുവരെയും പൊന്നാട അണിയിച്ചു. കുളത്തൂപ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B രാജീവ് ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ശനിയാഴ്ച രാവിലെ 9:30-ന് തുടർ വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത കോഴ്സുകളും എന്ന വിഷയത്തിൽ പുനലൂർ രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുന്നു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കുവാൻ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പോടെ കേരളത്തിലെ വിവിധ പ്രൊഫഷണൽ കോളേജുകളിൽ അവസരങ്ങൾ ഒരുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശമാണ് സെമിനാറിൽ നൽകുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
കിണറ്റിൽ വീണു ചത്ത നായയെ പുറത്തെടുത്ത ശേഷം കിണർ വൃത്തിയാക്കുന്നതിനിടെ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. സംഭവം ചടയമംഗലത്ത്. പന്ത്രണ്ടുകാരിയായ മകളെ നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമിച്ച 35-കാരനായ പിതാവ് കടക്കൽ പോലീസിന്റെ പിടിയിൽ. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചേർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം മദ്യമാണെന്ന തരത്തിൽ നടത്തുന്ന ചർച്ചകൾ പ്രധാന വിഷയങ്ങളെ തമസ്കരിക്കുന്നുവെന്ന് PC ജോർജ്. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷന്റെ കുമരംകുടി എസ്റ്റേറ്റിൽ നിന്ന് മരം മുറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നതിൽ ക്രമക്കേടും നികുതി വെട്ടിപ്പും നടത്തുന്നതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ സി മോഹനൻപിള്ള. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.